ഒരു ശരാശരി മനുഷ്യന് സാധാരണ 30 കിലോഗ്രാം മുതൽ 60 കിലോഗ്രാം ഭാരം വരെ തൂക്കിയെടുക്കാൻ കഴിയും. നല്ല രീതിയിൽ ആരോഗ്യമുള്ള ഒരാൾക്കാണെങ്കിൽ 100 കിലോഗ്രാം ആയിരുന്നാലും ഒരു പ്രശ്നമല്ല. ചില അത്ലറ്റുകൾ ഒറ്റ കയ്യിൽ തന്നെ 100 കിലോഗ്രാം ഭാരം തൂക്കിയെടുക്കും. എന്തായാലും നമുക്ക് എത്ര ഭാരം എടുക്കാൻ കഴിയുമെന്ന് നിശ്ചയിക്കുന്നത് നമ്മുടെ ആരോഗ്യം മാത്രമല്ല, അത് തീരുമാനിക്കുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലവും കൂടെയാണ്. ഒരു വസ്തുവിന്റെ ഗുരുത്വാകർഷണ ബലം എത്ര ശക്തമായിരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ആ വസ്തുവിന്റെ മാസ് ആണ്. ഭൂമിക്ക് കൂടുതൽ മാസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തേതിന്റെ അത്ര ഭാരമെടുക്കാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെയെങ്കിൽ സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളിൽ നിന്നാൽ നമുക്ക് എത്രത്തോളം ഭാരമെടുക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഓരോ ഗ്രഹങ്ങളുടെയും ഗുരുത്വാകർഷണ ബലം വ്യത്യസ്തമാണ്. ഈ വ്യത്യാസം കാരണം ചില ഗ്രഹങ്ങളിൽ പോകുമ്പോൾ നമുക്ക് സൂപ്പർ പവർ ലഭിച്ചതുപോലെ ആയിരക്കണക്കിന് കിലോഗ്രാം ഭാരം വരെ നിസ്സാരമായിട്ട് തൂക്കിയെടുക്കാൻ കഴിയും. എന്നാൽ ചില ലോകങ്ങളിൽ പോയാൽ നമ്മൾ തീരെ ദുർബലരാവുകയും ചെയ്യും. മറ്റു ഗ്രഹങ്ങളിൽ നിന്നാൽ എത്രത്തോളം ഭാരമെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പ്രകാശവും ഊർജവും ഒക്കെ നൽകുന്ന നമ്മുടെ നക്ഷത്രത്തിലേക്ക് തന്നെ പോകാം. ഓരോ വസ്തുവിന്റെയും മാസിനനുസരിച്ചായിരിക്കും അതിന്റെ ഗ്രാവിറ്റി. സൗരയൂഥത്തിന്റെ 99% മാസും അടങ്ങിയിരിക്കുന്നത് സൂര്യനിലാണ്. അതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലമുള്ളതും സൂര്യനു തന്നെ. ഈ വീഡിയോയിൽ ഗ്രാവിറ്റി എന്ന് പറയുന്നതെല്ലാം തന്നെ സർഫസ് ഗ്രാവിറ്റി അഥവാ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. 9.870 മീറ്റർ/സെക്കൻഡ് ആണ് നമ്മുടെ ഭൂമിയുടെ ഉപരിതല ഗ്രാവിറ്റി. എന്നുവെച്ചാൽ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വീഴുന്ന ഒരു വസ്തു ഓരോ സെക്കൻഡിലും 9.8 മീറ്റർ/സെക്കൻഡ് എന്ന നിരക്കിൽ ആക്സിലറേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ അതേസമയം സൂര്യന്റെ ഗ്രാവിറ്റി 274 മീറ്റർ/സെക്കൻഡ് ആണ്. അതായത് ഭൂമിയുടെ 28 മടങ്ങ് ഗ്രാവിറ്റി. F=ma എന്ന നിസ്സാരമായ ഫോർമുല ഉപയോഗിച്ച് തന്നെ ഒരു ഗ്രഹത്തിൽ നിൽക്കുമ്പോൾ അവിടെ വെച്ച് നമുക്ക് എത്രത്തോളം ഭാരം ചുമക്കാൻ കഴിയുമെന്ന് കണക്കുകൂട്ടാൻ സാധിക്കും. എന്തായാലും ഒരു മനുഷ്യൻ സൂര്യന്റെ ഉപരിതലത്തിൽ നിന്നാൽ ആ നിമിഷം തന്നെ അയാൾ കത്തിപ്പോകും. കാരണം 5000 ഡിഗ്രി സെൽഷ്യസിനും മുകളിലാണ് സൂര്യന്റെ ഉപരിതല താപനില. അതുമാത്രമല്ല, സൂര്യൻ ഒരു ഖരരൂപത്തിലുള്ള ഉപരിതലമില്ലാത്തതിനാൽ സൂര്യന്റെ ഉപരിതലത്തിൽ നിൽക്കാനുമാകില്ല. അതുകൊണ്ട് സൂര്യനൊരു ഉപരിതലമുണ്ടെന്നും എത്ര ചൂട് വേണമെങ്കിലും താങ്ങാൻ കഴിയുന്ന ഒരു മികച്ച സ്പേസ് സ്യൂട്ട് ഉണ്ടെന്നും സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ ഭൂമിയിൽ 75 കിലോഗ്രാം ഭാരമുള്ള ഒരു മനുഷ്യൻ സൂര്യന്റെ ഉപരിതലത്തിൽ നിൽക്കുമ്പോൾ അവിടെ അയാൾക്ക് 2000 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുണ്ടായിരിക്കും. ഭൂമിയിൽ നിൽക്കുമ്പോൾ 50 കിലോഗ്രാം ഭാരം വരെ തൂക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യന് സൂര്യന്റെ ഉപരിതലത്തിൽ നിൽക്കുമ്പോൾ കഠിനമായ ഗ്രാവിറ്റി കാരണം വെറും 2 കിലോഗ്രാം മാത്രമേ എടുക്കാൻ കഴിയുകയുള്ളൂ. ഭൂമിയിൽ വെച്ച് 50 കിലോഗ്രാം ഭാരമെടുക്കാൻ നിങ്ങൾക്ക് വെറും 490 ന്യൂട്ടൺസ് ശക്തി മതി. എന്നാൽ സൂര്യനിൽ നിൽക്കുമ്പോഴാണെങ്കിൽ അതേ ഭാരമെടുക്കാൻ ഏകദേശം 14000 ന്യൂട്ടൺസ് ശക്തി വേണം. അടുത്ത സൂര്യനിൽ നിന്നും ഒന്നാമത്തെ ഗ്രഹമായ മെർക്കുറിയിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് എത്ര ഭാരമെടുക്കാൻ കഴിയും? സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് മെർക്കുറി. നമ്മുടെ ചന്ദ്രനേക്കാൾ കുറച്ചുകൂടെ വലിപ്പം മാത്രമേ മെർക്കുറിക്കുള്ളൂ. പക്ഷേ അത്രയേറെ വലിപ്പം കുറവാണെങ്കിൽ പോലും മെർക്കുറിക്ക് ഭൂമിയുടെ ഇരട്ടിയിലധികം സാന്ദ്രതയുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടെങ്കിലും പ്രധാന കാരണം നമ്മുടെ സൗരയൂഥം പോലെയുള്ള നക്ഷത്ര വ്യൂഹങ്ങൾ രൂപം കൊള്ളുന്ന സമയത്തിൽ പുതുതായിട്ടുണ്ടാകുന്ന നക്ഷത്രങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള സൗരക്കാറ്റും ഊർജവും ഒക്കെ വമിക്കും. ആ സമയത്തിൽ ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കില്ല. അവ രൂപം കൊള്ളാൻ തുടങ്ങുന്ന കാലമായിരിക്കും അത്. നക്ഷത്രത്തിനു സമീപമുള്ള ഹെവി എലമെന്റ്സ് എല്ലാം, അതായത് സാന്ദ്രത കൂടിയ പദാർത്ഥങ്ങളിൽ ഭൂരിഭാഗവും തീവ്രമായ സൗരക്കാറ്റും ഊർജവും കാരണം നക്ഷത്രത്തിൽ നിന്നും ഒരുപാട് അകന്നു പോകും. ശേഷം കനം കൂടിയ എലമെന്റ്സ് ആയിരിക്കും നക്ഷത്രത്തിന്റെ സമീപത്ത് കൂടുതലും അവശേഷിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സമീപത്തുണ്ടാകുന്ന ഗ്രഹങ്ങളും അതിനനുസരിച്ച് കൂടുതൽ സാന്ദ്രത കൂടിയവയായിരിക്കും. നമ്മുടെ സൗരയൂഥത്തിനെ നോക്കുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാകും. സൂര്യനു സമീപമുള്ള ആദ്യത്തെ 4 ഗ്രഹങ്ങളും സാന്ദ്രത കൂടിയ റോക്കി പ്ലാനറ്റ്സും അകലെയുള്ള 4 ഗ്രഹങ്ങൾ സാന്ദ്രത കുറഞ്ഞ വാതക ഭീമൻ ഗ്രഹങ്ങളുമാണ്. എന്തായാലും മാസും വലിപ്പവും തീരെ കുറഞ്ഞ ഗ്രഹമായതിനാൽ തന്നെ മെർക്കുറിയുടെ സർഫസ് ഗ്രാവിറ്റി എന്നത് വെറും 3.7 മീറ്റർ/സെക്കൻഡ് മാത്രമാണ്. ഭൂമിയിൽ 75 കിലോഗ്രാം ഭാരമുള്ള മനുഷ്യന് ഇവിടെ വെറും 28 കിലോഗ്രാം ഭാരം മാത്രമേ ഉണ്ടായിരിക്കൂ.
50 കിലോഗ്രാം ഭാരമെടുക്കാൻ നിങ്ങൾക്കിവിടെ വെറും 185 ന്യൂട്ടൺസ് ശക്തി ഉപയോഗിച്ചാൽ മതി. അതായത് ഭൂമിയിൽ 50 കിലോഗ്രാം ഭാരമെടുക്കാൻ കഴിയുന്ന ഒരാൾക്ക് മെർക്കുറിയിൽ 130 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമെടുക്കാൻ പറ്റും. മെർക്കുറിയിൽ നിന്നും നേരെ രണ്ടാമത്തെ ഗ്രഹമായ വീനസിലേക്ക് പോകാം. അതികഠിനമായ സമ്മർദ്ദമുള്ള അന്തരീക്ഷം, ആസിഡ് മഴ, തീവ്രമായ താപനില, അങ്ങനെ എല്ലാം കൊണ്ടും സൗരയൂഥത്തിലെ ഒരു നരകതുല്യമായ ഗ്രഹമാണ് വീനസ്. വലിപ്പത്തിന്റെയും മാസിന്റെയും കാര്യത്തിൽ വീനസും ഭൂമിയും ഏകദേശം തുല്യമാണ്. ഭൂമിയുടെ 95% വലിപ്പമുള്ളതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഇരട്ട സഹോദരനെന്നും വീനസിനെ വിശേഷിപ്പിക്കാറുണ്ട്. 8.87 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് വീനസിന്റെ ഗ്രാവിറ്റി. അതായത് ഭൂമിയുടെ ഗ്രാവിറ്റിയേക്കാൾ കുറച്ചുകൂടി ദുർബലം. കൃത്യമായിട്ട് പറഞ്ഞാൽ ഭൂമിയുടെ 90% ഗ്രാവിറ്റി. ഭൂമിയിൽ 75 കിലോഗ്രാം ഭാരമുള്ള മനുഷ്യൻ വീനസിലും ഏകദേശം 68 കിലോഗ്രാം ഭാരമുണ്ടായിരിക്കും. ഭൂമിയിൽ 50 കിലോഗ്രാം ഭാരം എടുക്കാൻ പറ്റുമെങ്കിൽ വീനസിൽ നിങ്ങൾക്ക് ഏകദേശം 55 കിലോഗ്രാം ഭാരമെടുക്കാം. വീനസ് കഴിഞ്ഞാൽ പിന്നെ നേരെ ഭൂമിയിലേക്ക് വരാം. അതായത് സൗരയൂഥത്തിലെ ജീവനുള്ള ഒരേയൊരു ഗ്രഹം. മറ്റൊരു ഗ്രഹത്തിലും ജീവനില്ലാത്തതുകൊണ്ട് പണ്ട് ഭൂമി മറ്റ് ഗ്രഹങ്ങൾക്കിടയിൽ ഒരു വലിയ സ്റ്റാർ ആയിരുന്നു. എന്നാൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി സ്വന്തം ഗ്രഹത്തിനെയും സ്വന്തം വർഗത്തിനെ പോലും പൂർണ്ണമായും നശിപ്പിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു ജീവിവർഗം ഭൂമിയിൽ ഉണ്ടായതോടെ ജീവൻ എന്നത് ഒരു അനുഗ്രഹമല്ല, ഒരു ശാപമാണെന്ന് ഭൂമിക്കും മറ്റ് ഗ്രഹങ്ങൾക്കും തോന്നി. അതോടെ മറ്റ് ഗ്രഹങ്ങൾക്കിടയിൽ ഭൂമിക്കുണ്ടായിരുന്ന വിലയും പോയി. എന്തായാലും ഭൂമിയുടെ ഗ്രാവിറ്റി എന്നത് 9.807 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇവിടെ നിങ്ങൾക്ക് എത്ര ഭാരം എടുക്കാൻ കഴിയുമെന്നറിയണമെങ്കിൽ പുറത്തോട്ടിറങ്ങി ഒരു വലിയ കരിങ്കല്ലെടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് നേരെ നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രനിലേക്ക് പോകാം. അവിടെ നിങ്ങൾക്ക് എത്ര ഭാരം എടുക്കാൻ കഴിയും? ചന്ദ്രന്റെ ഗ്രാവിറ്റി എന്നത് 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതായത് ഭൂമിയുടെ വെറും 16% ഗ്രാവിറ്റി മാത്രമേ ചന്ദ്രനുള്ളൂ. 75 കിലോഗ്രാം ഭാരമുള്ള മനുഷ്യന് ചന്ദ്രനിൽ നിൽക്കുമ്പോൾ വെറും 12 കിലോഗ്രാം ഭാരം മാത്രമേ ഉണ്ടായിരിക്കൂ. ഇവിടെ വെറും 162 ന്യൂട്ടൺ ശക്തി ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് 100 കിലോഗ്രാം ഭാരം എടുക്കാൻ കഴിയും. അപ്പോൾ ഭൂമിയിൽ നിങ്ങൾക്ക് 50 കിലോഗ്രാം ഭാരം എടുക്കാൻ പറ്റുമെങ്കിൽ ചന്ദ്രനിൽ നിങ്ങൾക്ക് ഏകദേശം 300 കിലോഗ്രാം ഭാരം എടുക്കാൻ കഴിയും. അതായത് 2 റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് 350യെയും ഒരു സ്പ്ലെൻഡർ ബൈക്കിനെയും ഒരുമിച്ച് തൂക്കിയെടുക്കുന്നത് പോലെ. ചന്ദ്രനു ശേഷം പിന്നെ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് മാർസിലാണ്. ഭൂമിയുടെ പകുതി വലിപ്പം മാത്രമുള്ള ഒരു കുഞ്ഞൻ ഗ്രഹമാണ് മാർസ്. 3.72 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് മാർസിലെ ഗ്രാവിറ്റി. അതായത് ഭൂമിയുടെ 38% ഗുരുത്വാകർഷണ ബലം മാത്രമേ മാർസിനുള്ളൂ. അതുമാത്രമല്ല ഭൂമിയേക്കാൾ സാന്ദ്രത കുറവുമാണ് മാർസിന്. അപ്പോൾ സ്വാഭാവികമായും മാർസിന്റെ മാസും ഗ്രാവിറ്റിയുമൊക്കെ തീരെ കുറവായിരിക്കും. ഭൂമിയിൽ നിങ്ങൾക്ക് 75 കിലോഗ്രാം ഭാരമുണ്ടെങ്കിൽ മാർസിൽ നിങ്ങൾക്ക് വെറും 29 കിലോഗ്രാം ഭാരം മാത്രമേ ഉണ്ടായിരിക്കൂ. ഭൂമിയിൽ നിങ്ങൾക്ക് 50 കിലോഗ്രാം ഭാരം തൂക്കാൻ കഴിയുമെങ്കിൽ മാർസിൽ 132 കിലോഗ്രാമോളം ഭാരം എടുക്കാൻ കഴിയും. മാർസ് ഗ്രഹത്തിനെ കോളനി വൽക്കരിക്കുന്നതിലുള്ള വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇതിന്റെ ദുർബലമായ ഗ്രാവിറ്റി. എന്തെന്നാൽ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റിയേക്കാൾ കുറഞ്ഞ ഗ്രാവിറ്റിയുള്ളതോ അല്ലെങ്കിൽ കൂടുതൽ ഗ്രാവിറ്റിയുള്ളതോ ആയ ഗ്രഹങ്ങളിൽ ഒരുപാട് കാലം ജീവിച്ചാൽ അത് നമ്മുടെ ആരോഗ്യത്തിനെ വളരെ ഗുരുതരമായിട്ട് തന്നെ ബാധിക്കും. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ മാസങ്ങളോളം സമയം ചിലവഴിക്കുന്ന ആസ്ട്രോണറ്റ്സ് എല്ലാം തന്നെ അത്യധികം മുൻകരുതലുകളോടുകൂടെയാണ് അവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് മാർസിനെ കോളനി വൽക്കരിക്കണമെങ്കിൽ ഇനിയും നമ്മുടെ സാങ്കേതിക വിദ്യകൾ ധാരാളം പുരോഗമിക്കേണ്ടതുണ്ട്. ഗ്രഹങ്ങളുടെയൊക്കെ മൂത്ത ജ്യേഷ്ഠനായ ജൂപ്പിറ്ററിലേക്കാണ് അടുത്ത് നമുക്ക് പോകേണ്ടത്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ ജൂപ്പിറ്ററിന് ഭൂമിയുടെ 318 മടങ്ങ് മാസ് ഉണ്ട്. ശരിക്കും സൗരയൂഥത്തിലെ ബാക്കി എല്ലാ ഗ്രഹങ്ങളുടെയും മാസ് ഒരുമിച്ച് കൂട്ടി നോക്കിയാലും അതിന്റെ 2.5 മടങ്ങ് മാസ് ഉണ്ടായിരിക്കും ജൂപ്പിറ്ററിന്. പക്ഷേ ഇത്രയേറെ മാസ് ഉണ്ടെങ്കിലും അതിനനുസരിച്ച് തന്നെ വലിപ്പവും കൂടുതൽ ഉള്ളതുകൊണ്ടും ജൂപ്പിറ്റർ ഒരു വാതക ഭീമൻ ഗ്രഹമായതിനാലും ജൂപ്പിറ്ററിന്റെ സാന്ദ്രത തീരെ കുറവാണ്. കുറവെന്ന് വെച്ചാൽ ഭൂമിയുടെ 1/5 സാന്ദ്രതയെ ജൂപ്പിറ്ററിനുള്ളൂ. അതുകൊണ്ട് തന്നെ ജൂപ്പിറ്ററിന്റെ ഗ്രാവിറ്റി എന്നത് അതിന്റെ വലിപ്പം കാണുന്നത് പോലെ അത്ര തീവ്രമല്ല. എങ്കിലും 24.79 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ജൂപ്പിറ്ററിന്റെ ഗ്രാവിറ്റി. അതായത് ഭൂമിയുടെ 2.5 മടങ്ങോളം ഗ്രാവിറ്റിയുണ്ട് ജൂപ്പിറ്ററിന്.
75 കിലോഗ്രാം ഭാരമുള്ള ഒരു മനുഷ്യന് ജൂപ്പിറ്ററിൽ ഏകദേശം 200 കിലോഗ്രാം ഭാരമുണ്ടായിരിക്കും. ഭൂമിയിൽ 50 കിലോഗ്രാം ഭാരം എടുക്കാൻ പറ്റുമെങ്കിൽ ജൂപ്പിറ്ററിൽ നിങ്ങൾക്ക് വെറും 20 കിലോഗ്രാം ഭാരം മാത്രമേ എടുക്കാൻ പറ്റൂ. ജൂപ്പിറ്ററിനു ശേഷം അടുത്തു പോകുന്നത് സാറ്റേൺ എന്ന മനോഹരമായ ഗ്രഹത്തിലേക്കാണ്. ഭൂമിക്ക് തുല്യമായ 700 ഗ്രഹങ്ങളെ ഉൾക്കൊള്ളാനുള്ള വ്യാപ്തിയും ഭൂമിയുടെ 95 മടങ്ങ് മാസമുള്ള ഒരു ഭീമൻ ഗ്രഹമാണ് സാറ്റേൺ. ജൂപ്പിറ്റർ കഴിഞ്ഞാൽ പിന്നെ സാറ്റേൺ തന്നെയാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. പക്ഷേ ഇത്രയേറെ വലിപ്പമുണ്ടെങ്കിലും സാറ്റേണിന്റെ സാന്ദ്രത തീരെ കുറവാണ്. കുറവെന്ന് വെച്ചാൽ ഭൂമിയുടെ 12% സാന്ദ്രത മാത്രമാണ് സാറ്റേണിലുള്ളത്. സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹമാണ് സാറ്റേൺ. അതിനാൽ തന്നെ ഭൂമിയുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്നതിനേക്കാൾ വെറും 6% കൂടുതൽ ഗ്രാവിറ്റി മാത്രമേ സാറ്റേണിൽ അനുഭവപ്പെടുകയുള്ളൂ. 75 കിലോഗ്രാം ഭാരമുള്ള ഒരു മനുഷ്യൻ സാറ്റേണിൽ ഏകദേശം 80 കിലോഗ്രാം ഭാരമുണ്ടായിരിക്കും. ഭൂമിയിൽ നിങ്ങൾക്ക് 50 കിലോഗ്രാം ഭാരം തൂക്കാൻ പറ്റുമെങ്കിൽ സാറ്റേണിലും നിങ്ങൾക്ക് ഏകദേശം 47 കിലോഗ്രാം ഭാരം തൂക്കാൻ കഴിയും. മനോഹരമായ ഗ്രഹത്തിൽ നിന്നും അടുത്തു പോകുന്നത് സൗരയൂഥത്തിലെ വിചിത്രമായ ഗ്രഹത്തിലേക്കാണ്, അതായത് യുറാനസ്. 63 ഭൂമികളെ ഉൾക്കൊള്ളാൻ മാത്രം വലിപ്പമുള്ള യുറാനസിന് ഭൂമിയുടെ 15 മടങ്ങോളം മാസമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഭൂമിയുടെ അത്ര ഗ്രാവിറ്റി പോലും യുറാനസിലില്ല. 75 കിലോഗ്രാം ഭാരമുള്ള മനുഷ്യന് യുറാനസിൽ 68 കിലോഗ്രാം ഭാരം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. കാരണം 8.87 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് യുറാനസിന്റെ ഗ്രാവിറ്റി. അതായത് ഭൂമിയുടെ 88% ഗ്രാവിറ്റി മാത്രമേ യുറാനസിലുള്ളൂ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഏകദേശം വീനസിനു സമാനമായ ഗ്രാവിറ്റി. ഭൂമിയിൽ 50 കിലോഗ്രാം ഭാരം എടുക്കാൻ കഴിയുന്നവർക്ക് യുറാനസിൽ 55 കിലോഗ്രാം ഭാരം എടുക്കാൻ പറ്റും. യുറാനസിൽ നിന്നും നേരെ അതിന്റെ ഇരട്ട സഹോദരൻ എന്ന് തോന്നുന്ന നെപ്റ്റ്യൂണിലേക്ക് പോകാം, അതായത് സൗരയൂഥത്തിലെ അവസാനത്തെ ഗ്രഹം. ഭൂമിയുടെ 17 മടങ്ങ് മാസുള്ള നെപ്റ്റ്യൂണിന് ഭൂമിക്ക് സമാനമായ 57 ഗ്രഹങ്ങളെ ഉൾക്കൊള്ളാനുള്ള വ്യാപ്തിയുണ്ട്. എന്നാൽ ഏകദേശം യുറാനസിനു സമാനമായ അവസ്ഥകളൊക്കെയാണ് നെപ്റ്റ്യൂണിലുമുള്ളത്. പക്ഷേ നെപ്റ്റ്യൂണിന് യുറാനസിനേക്കാൾ കുറച്ചുകൂടെ സാന്ദ്രത കൂടുതലുണ്ട്. അതുപോലെ തന്നെ വലിപ്പവും യുറാനസിനേക്കാൾ ശകലം കുറവാണ് നെപ്റ്റ്യൂണിന്. അപ്പോൾ ഗ്രാവിറ്റിയുടെ ശക്തി യുറാനസിനേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും നെപ്റ്റ്യൂണിൽ. നെപ്റ്റ്യൂണിന്റെ ഗുരുത്വാകർഷണ ബലം എന്നത് 11.15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഭൂമിയിൽ 75 കിലോഗ്രാം ഭാരമുള്ള മനുഷ്യൻ നെപ്റ്റ്യൂണിൽ നിന്നാൽ 85 കിലോഗ്രാം ഭാരമുണ്ടായിരിക്കും. 50 കിലോഗ്രാം ഭാരം ചുമക്കാൻ കഴിയുന്ന ഒരാൾക്ക് നെപ്റ്റ്യൂണിൽ 44 കിലോഗ്രാം ഭാരമെടുക്കാം. ഗ്രഹമല്ലെങ്കിലും പണ്ടൊരു കാലത്തിൽ ഗ്രഹമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന പ്ലൂട്ടോയെ നമ്മൾ മറക്കാൻ പാടില്ല. നെപ്റ്റ്യൂൺ വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും പ്ലൂട്ടോയിലും കൂടെ ഇറങ്ങുന്നതാണ് അതിന്റെ ഒരു രീതി. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹമാണ് പ്ലൂട്ടോ. ഏറ്റവും വലുതെന്ന് പറയുമ്പോഴും അതിന് നമ്മുടെ ചന്ദ്രന്റെ അത്ര പോലും വലിപ്പമില്ല. അതിനാൽ തന്നെ പ്ലൂട്ടോയുടെ ഗ്രാവിറ്റി എന്നത് വെറും 0.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മാത്രമാണ്. ഇവിടെ നിൽക്കുമ്പോൾ വെറും 30 ന്യൂട്ടൺ ശക്തി ഉപയോഗിച്ചാൽ തന്നെ 50 കിലോഗ്രാമോളം ഭാരം നിങ്ങൾക്ക് നിഷ്പ്രയാസം തൂക്കാൻ കഴിയും. 30 ന്യൂട്ടൺസ് എന്ന് പറയുമ്പോൾ ഓർക്കുക, വെറും 200 ഗ്രാം ഭാരമുള്ള നമ്മുടെ മൊബൈൽ ഫോൺ കയ്യിൽ വെക്കാൻ പോലും 10 ന്യൂട്ടൺസ് ശക്തി വേണം. അപ്പോൾ ഭൂമിയിൽ 50 കിലോഗ്രാം ഭാരം എടുക്കാൻ കഴിയുമെങ്കിൽ പ്ലൂട്ടോയിൽ നിങ്ങൾക്ക് ഏകദേശം 800 കിലോഗ്രാമോളം ഭാരം എടുക്കാൻ പറ്റും. അതായത് അവിടെ പോയാൽ നിങ്ങൾ ഒരു മിനി സൂപ്പർമാൻ ആകും. ഭൂമിയിൽ 75 കിലോഗ്രാം ഭാരമുള്ള മനുഷ്യൻ ഇവിടെ വെറും 5 കിലോഗ്രാം ഭാരം മാത്രമേ ഉണ്ടായിരിക്കൂ. ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും സമീപത്തുള്ളതും സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ കുള്ളൻ ഗ്രഹമായ സിറീസിനെയും കൂടെ സന്ദർശിക്കണം. മാർസിനും ജൂപ്പിറ്ററിനും ഇടയിലുള്ള ആസ്ട്രോയിഡ് ബെൽറ്റിലാണ് ഈ കുള്ളൻ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ചന്ദ്രന്റെ വെറും 26% വലിപ്പം മാത്രമേ സിറീസിനുള്ളൂ. 0.27 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് സിറീസിലെ ഗ്രാവിറ്റി. 75 കിലോഗ്രാം ഭാരമുള്ള ഒരു മനുഷ്യന് സിറീസിൽ വെറും 2 കിലോഗ്രാം മാത്രമേ ഉണ്ടായിരിക്കൂ. ഒരു മൊബൈൽ ഫോൺ കയ്യിലെടുക്കുന്ന ലാഘവത്തോടെ ഇവിടെ നിങ്ങൾക്ക് 100 കിലോഗ്രാം ഭാരം എടുക്കാൻ കഴിയും. ഭൂമിയിൽ 50 കിലോഗ്രാം ഭാരം എടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സിറീസിൽ 2000 കിലോഗ്രാമോളം ഭാരമെടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.